ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രജ അടുത്ത പണിക്കൊരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇന്ദ്രജ നന്ദിനിയെ വീഴ്ത്താനുള്ള ആ പണി ഇനി ഇവള് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതായത് വേദ പറഞ്ഞു കൊടുത്തിരിക്കുകയാണല്ലോ. അങ്ങനെ വേദയുടെ നിർദ്ദേശപ്രകാരം ഇന്ദ്രജ അതിരാവിലെ എണീക്കുകയാണ് കേട്ടോ. നന്ദിനി എണീക്കുന്നതിന് നേരത്തെ എണീക്കുകയാണ്. കാരണം ആ പാൽ പാക്കറ്റിൽ പച്ചപ്പാൽ കുടിക്കുന്ന സ്വഭാവം നന്ദിനിക്കുണ്ടല്ലോ. അപ്പോൾ അതിന് നന്ദിനിയെ വീഴ്ത്താനുള്ള ആ ഉഗ്രം പണിയുമായി മുറ്റത്തോട്ട് വരികയാണ്. അപ്പോൾ ഈ സമയം രാജു ആണെങ്കിലോ നല്ല ഉറക്കത്തിലാണ്. രാജു ഇതൊന്നും അറിയുന്നില്ല. ആ ഉറങ്ങുന്ന സമയം മുറ്റത്തിരിക്കുന്ന ആ പാക്കറ്റ് പാലെടുത്തിട്ട് ഇന്ദ്രജ എന്ത് ചെയ്യുന്നു, അതിൽ നെയിൽ പോളിഷ് കലർത്തണം കേട്ടോ. ഒരു സിറിഞ്ചും അതുപോലെ തന്നെ ഈ നെയിൽ പോളിഷും എടുത്തിട്ട് ഈ ഒരു പാലിലോട്ട് കലർത്തണം കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊന്നും അറിയാതെ നന്ദിനി നല്ല ഉറക്കത്തിലാണ്. എന്നിട്ട് ഈ സമയം ഇന്ദ്രജ മനസ്സുകൊണ്ട് പറയാണ്, എടി നീ ഈ വീട്ടിൽ എല്ലാവരെയൊക്കെ വലിയൊരു സ്ഥാനം പിടിച്ച് നിന്ന് അടിപൊളിയായി ജീവിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ലടി, അതിന് ഞാൻ അനുവദിക്കില്ലടി, അതിന് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ദ്രജ ഈ പാലിൽ ഈ വിഷം ചേർത്തുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം ഈ പാല് പതിയെ അവിടെ തന്നെ ഇങ്ങനെ പമ്മി പമ്മി കൊണ്ടുവെക്കുമ്പോൾ രാജു ആണെങ്കിലും ആ ഹോളിൽ തന്നെ കിടപ്പുണ്ട്. പക്ഷെ രാജു ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ നീ ഇത് കുടിക്കടി, നീ പച്ചപ്പാലിൽ നിന്ന് കുടിക്കുമ്പോൾ നിനക്ക് പണി കിട്ടുമടി, വേദ പറയുന്നത് പോലെ നിനക്കൊരു പണി അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ പാലവിടെ വെച്ചിട്ട് ഇന്ദ്രജ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം സൂര്യ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്നും പതിയെ എണീക്കുകയാണ്. അങ്ങനെ താൻ എണീക്കുമ്പോൾ തന്നെ കൈ കാലൊക്കെ ഒന്ന് നിവർത്തി പിടിക്കുകയാണ്. തനിക്ക് ആ ഉറക്കത്തിൻ്റെ ആ ഒരു മപ്പ് വിടാൻ സൂര്യ കൈയും കാലൊക്കെ ഇങ്ങനെ ഉന്മേഷം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ നിവർത്തി പിടിക്കുന്ന സമയത്ത് തൻ്റെ കണ്ണിൽ ഒരു കാഴ്ച കാണുകയാണ്. താൻ ആകെ അപ്രതീക്ഷിതമായി പോവാണ്. അങ്ങനെ വീണ്ടും സൂര്യ അങ്ങോട്ട് തന്നെ നോക്കുകയാണ്. കട്ടിൻ്റെ താഴെ കിടക്കുന്ന നന്ദിനിയാണ് നോക്കുന്നത്. അപ്പോൾ നന്ദിനിയാണെങ്കിൽ സൂര്യയുടെ ഷർട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കൊത്തിപ്പിടിച്ച് കിടക്കുകയാണ്. ഈ ഒരു രംഗം കണ്ടിട്ടാണ് കേട്ടോ സൂര്യ നോക്കുന്നത്. ഈ സമയം ഇതെന്താ ഈശ്വര, ഇതെന്താ, ഞാൻ ഇന്നലെ രാത്രി കള്ളൊന്നും കുടിച്ചില്ലല്ലോ, മദ്യപിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്താ എനിക്കിങ്ങനെ തോന്നുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത് എന്നൊക്കെ താൻ തന്നെ പലവട്ടം തന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ ഈശ്വര ഇതിങ്ങനെ തോന്നുന്നത്, എനിക്കെന്താ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്നൊക്കെ താൻ പല വട്ടങ്ങളായി തന്നോട് തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം നന്ദിനി കാണാൻ പതിയെ ഇങ്ങനെ കണ്ണ് തുറക്കുന്നു കേട്ടോ. നന്ദിനിയുടെ കണ്ണ് തുറക്കൽ കണ്ടുടനെ സൂര്യ ഇങ്ങനെ തന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്ന ആ ഒരു രംഗമാണ് നന്ദിനി കാണുന്നത്. അപ്പം നന്ദിനി ഇത് കാണുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, അല്ല സാർ, എന്താ സാർ എന്നെ കാണാത്തതുപോലെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല, ഇന്നലെ രാത്രി ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല, പിന്നെ എനിക്കെന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ എന്തൊക്കെയായി പറഞ്ഞത്. അതെ, ഇന്നലെ രാത്രി ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല, പിന്നെ എനിക്ക് എന്ത് പറ്റിയെന്നുള്ളതാണ് സാറേ. ഈ മദ്യപിക്കുക എന്നുള്ളത് ഇത്ര നല്ല കാര്യമല്ല. എടോ, ഞാൻ മദ്യപിച്ചാലാണ് എനിക്കെല്ലാം രണ്ടായി തോന്നുക. അത് എന്താ സാറ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഈ മദ്യപിക്കുന്നത് ഇത്ര നല്ല കാര്യമല്ല എന്ന് പറഞ്ഞിട്ടും സാറ് വീണ്ടും മദ്യപാനത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ. അപ്പോൾ അത് കേട്ടോണ്ട് തന്നെ, എടോ തനിക്കതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ് ഞാൻ മദ്യപാനത്തെക്കുറിച്ച് പറയുന്നത്. മദ്യപിച്ചാൽ എല്ലാം രണ്ടായി ഒരു സ്വർഗ്ഗലോകത്ത് വന്ന പോലെ ഒരു തോന്നലാണ്. പക്ഷെ ആ ഒരു സംഭവം കുടിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ശരീരത്തിൽ എത്ര കേടാന്ന് സാറിന് അറിയോ, അത്രയും ക്ഷീണം സാറിൻ്റെ ശരീരത്തിൽ ബാധിക്കും. അപ്പോൾ അത് കേട്ടോടെ തന്നെ, അതൊക്കെ ഈ നാട്ടുമ്പുറത്ത് കിട്ടുന്ന ആ കള്ളിലൊക്കെയാണ് ഉണ്ടാവുക, ഇത് വിദേശ മദ്യമാണ്, വിദേശ മദ്യത്തിൽ ഒരിക്കലും ഒന്നും തന്നെ ഉണ്ടാവില്ലെന്ന് പറയട്ടോ. അപ്പം അതിന് പറയണേ, വിദേശ മദ്യത്തിൽ അത് തോന്നലാണ്, വിഷം തന്നെയാണ്, അത് വിദേശമാണെങ്കിലും എവിടെയാണെങ്കിലും അത് കുടിച്ചാൽ വിഷം തന്നെ. അത് കേൾക്കുന്ന സൂര്യ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ പറയണ, അതൊക്കെ എവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത്. അല്ല, ഇന്നലെ രാത്രി ഞാൻ മദ്യപിച്ചില്ല എന്ന് പറയാനുള്ള കാരണം, എൻ്റെ ഷർട്ട് ഞാൻ ഇന്നലെ ഹാങ്കറിലാണല്ലോ തൂക്കിയിട്ടത്, പിന്നെ എങ്ങനെ ഇത് നിൻ്റെ നെഞ്ചിൽ വന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയം നന്ദിനി, അയ്യോ, തന്നെ പിടിക്കപ്പെട്ടു എന്ന ലെവലിൽ നന്ദിനി, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് പതിയെ ഇങ്ങനെ തലചൊറിയാണ് കേട്ടോ. നന്ദിനി, ഞാൻ ചോദിച്ചത് പറ, എങ്ങനെ എൻ്റെ ഷർട്ട് നിൻ്റെ നെഞ്ചിൽ വന്നു, എനിക്കതാ മനസ്സിലാവാത്തത്. നിൻ്റെ ദേഹത്താണല്ലോ എൻ്റെ ഷർട്ട് കിടക്കുന്നത്, എന്നാൽ ഞാനിത് ഹാങ്കറിലാണല്ലോ തൂക്കിയിട്ട്, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നന്ദിനിയോട് വീണ്ടും ചോദിക്കുമ്പോൾ നന്ദിനി പറയണം,
അത് പിന്നെ സാർ അത് ഇന്നലെ രാത്രി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ തപ്പിപ്പിടിച്ച സംസാരമാണ്. അത് കേട്ട ഉടൻ തന്നെ സൂര്യ പറയണേ, നീ എന്താടോ സംസാരിക്കാൻ ഒരുങ്ങുന്നത് ഇങ്ങനെ തപ്പിപ്പിടിക്കുന്നു, കാര്യം എന്താ വെച്ചാൽ പറ എന്ന് പറയണേ. അപ്പോൾ ആ സമയം നന്ദിനി പറയണേ, ഇന്നലെ രാത്രി എനിക്ക് തണുപ്പ് കൂടിയപ്പോൾ ഞാൻ സാറിൻ്റെ ഉറക്കം കളയേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പതിയെ അലമാറയിൽ പോയി എടുത്തതാണ്. പക്ഷേ അത് ഷർട്ടാവുമെന്ന് കരുതിയില്ല. അത് തന്നെയാണ് ചോദിക്കുന്നത്, ഷർട്ട് കൊണ്ട് തനിക്ക് തൻ്റെ കുളിര് മാറുമോ? ഇല്ല, മാറില്ല. പക്ഷേ എനിക്ക് കയ്യിൽ കിട്ടിയത് അതാണ്. അപ്പോൾ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഷർട്ടാണെന്ന് എനിക്കിപ്പോഴാണ് ഞാനും അറിയുന്നത്. സൂര്യ സാറിൻ്റെ ഷർട്ടായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഉത്തരം ഒരു കറക്റ്റായി കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ സൂര്യക്ക് കാര്യം പിടികിട്ടി കേട്ടോ. ഇതേ സമയം നന്ദിനിയോട് സൂര്യ പറയണേ, നന്ദിനി, ഇന്നലെ രാത്രി ഞാനൊരു കള്ള് കുടിക്കുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് നീക്കാനൊക്കെ ഒരു എനർജി ഉണ്ട് സാറേ. ഇനി അത് തന്നെ ഇങ്ങനെ പറയണ്ട. ജീവിതം നശിപ്പിക്കുന്ന ആ സാധനത്തെക്കുറിച്ച് ഇനി സാറ് കൂടുതൽ പറയണ്ട. സാറിന് ഇപ്പം ഞാൻ നല്ലൊരു ചായ കൊണ്ടുവരാം. അപ്പോൾ അത് കേട്ട ഉടനെ ഇനി നല്ലൊരു കോഫി എനിക്ക് എടുത്തിട്ട് വാ, ഞാൻ അപ്പോഴേക്കും ബ്രഷ് ചെയ്യാമെന്ന് പറയണേ. ശരി എന്നും പറഞ്ഞിട്ട് നന്ദിനി താഴോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ നന്ദിനി അവിടെ ഇരിക്കുന്ന പാലിങ്ങനെ പതിയെ ഇങ്ങനെ ചൂടാക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഈ പാല് ഇങ്ങനെ പതിയെ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് രാജു താഴെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. രാജുവിനെ വിളിക്കാനൊന്നും നന്ദിനി നിൽക്കില്ല. അപ്പോൾ ആ സമയം കാണാം ഇപ്പുറത്ത് ഇറങ്ങി വരുന്നു വിജയ് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പതിയെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ താൻ തൻ്റെ കണ്ണിൽ കാണുന്ന കാഴ്ച നന്ദിനി പാല് ചൂടാക്കാൻ വേണ്ടി പൊട്ടിക്കാൻ ഒരുങ്ങുന്ന രംഗമാണ്. അത് കാണുന്നതിനോട് കൂടി വിജയ് പറയണത്, നന്ദിനി ആ പാൽ പാക്കറ്റ് പൊട്ടിക്കല്ലേ. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ നന്ദിനി എന്തെന്ന് ചോദിക്കുകയാണ്. അത് പൊട്ടിക്കല്ലേ, അതെനിക്ക് ആവശ്യമുണ്ട്. എന്താ സാറിന് ചായയോ അതോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും വേണോ? അതൊന്നല്ല, എനിക്കിത് ആവശ്യമുണ്ട്. എന്തിനാ? അത് നീ അറിയണ്ട, നീ വേറെ പാല് പാക്കറ്റ് പോയി മേടിച്ചോ, ഇതിപ്പോൾ എനിക്ക് വേണം എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന നന്ദിനി, എന്തിനാണെങ്കിൽ അത് നിന്നോട് പറഞ്ഞല്ലോ നീ അറിയണ്ട എന്ന് പറഞ്ഞിട്ട് വിജയ് എന്ത് ചെയ്യുന്നു, ആ പാലെടുത്ത് കൊണ്ടുപോവാണ്. ഇതേ സമയം നന്ദിനി വേറെ പാലും പാക്കറ്റ് പൊട്ടിച്ച് കൊണ്ടുവരാണ് കേട്ടോ. പിന്നീട് വിജയ് ആ പാല് പച്ചക്കിങ്ങ് കുടിക്കുന്ന ആ ഒരു രംഗമാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വിജയുടെ സൗണ്ടിനൊക്കെ മാറ്റം വന്ന് വിജയ് ആണെങ്കിൽ കൈകൊണ്ട് എല്ലാവരോടും ഇങ്ങനെ ഒരുതരം കോപ്രായം ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ താഴോട്ട് വന്നിട്ട് നന്ദിനിയോട് ഇങ്ങനെ കാട്ടുന്നത് കാണുമ്പോൾ പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. പത്മ പറയണേ, നീ എന്തിനാടാ അവളോട് കൈ കൂപ്പുന്നത്? എന്താടാ നിനക്ക് ആവശ്യം? അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും വിജയുടെ സൗണ്ടിനും വ്യത്യാസം കേട്ടോ. അപ്പോഴേക്കും പത്മ ചോദിക്കുക, എന്താടാ നിൻ്റെ സൗണ്ട് ഒരു പെണ്ണുങ്ങളെ സൗണ്ട് പോലെ എന്ന് ചോദിക്കുക തന്നെ. ആ സമയം നന്ദിനി പറയുന്നത് ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ സൂര്യ ഇത് കാണുകയാണ്. അളിയെ കൊള്ളാലോ, അളിയന് നല്ല സൗണ്ടല്ല. അപ്പോൾ ഈ നന്ദിനിയുടെ നേർക്ക് തന്നെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഷേക്കൻഡ് കാണിക്കുന്ന പോലെ, വണക്കം കാണിക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിങ്ങനെ ആവർത്തിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന പത്മ, നീ എന്തിനാണ് അവളോട് വണക്കം കാണിക്കുന്നത്? എന്തിനാ നീ അവളുടെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പുന്നത്? എന്തിനാ അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ, അത് എൻ്റെ അളിയന് ബുദ്ധിയും ബോധവും വെച്ച് അളിയന് എന്തായാലും ആൾ കൊള്ളാട്ടോ, അളിയൻ്റെ ശരീരത്തിനനുസരിച്ച് സൗണ്ട് തന്നെയാണ്, സ്വഭാവത്തിനനുസരിച്ച് സൗണ്ട് തന്നെയാണ് അളിയനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അളിയത് കൊള്ളാം, അളിയ ഒരു പാട്ട് പാടിയ. അപ്പോൾ ഉടൻ തന്നെ വിജയ് പാട്ട് പാടാൻ കൂടുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ടാണ് ഇന്ദ്രജയും വേദയും വരുന്നത്. അപ്പോൾ വേദ ഇന്ദ്രജയെ ഇങ്ങനെ നോക്കുകയാണ്. ഇതേ സമയം എന്ത് പറ്റിയെന്നറിയാതെ അവർ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ വിജയ് നിനക്ക് പറ്റിയത്? നിൻ്റെ ഭർത്താവുണ്ടല്ലോ, അവള് ഇവിടുത്തെ വേലക്കാരിയായ ആ പെണ്ണിനോട് ഇങ്ങനെ വണക്കം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടോടെ തന്നെ വിജയോട് ചോദിക്കുക, വിജയ് എന്താ നിനക്ക് പറ്റിയത്? എന്താ നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും, നീ ഇങ്ങ് വന്നേ, മതി പറഞ്ഞത്, മറ്റുള്ളവർക്ക് മുന്നിൽ കൈകൂപ്പാൻ നിർത്തുകയാണ്. അപ്പോഴേക്കും സൂര്യ പറയണേ, നീ കൊണ്ടുപോയല്ലോ എൻ്റെ ചേച്ചി, ഇവിടെ നിർത്തുക. ഇനി അളിയൻ കാണിക്കുന്ന കോപ്രായം കാണാൻ നല്ല രസമുണ്ട്, അളിയൻ കാണിക്കട്ടെ, നമുക്കൊരു ഡാൻസൊക്കെ കളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് വിജയ് വിളിക്കുകയാണ്. അപ്പോൾ വിജയ് ആണെങ്കിൽ വിളിക്കുന്നതിനനുസരിച്ച് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിച്ച് ഇന്ദ്രജ അവിടെ നിന്ന് കൊണ്ടുപോകണം. അങ്ങനെ ഇന്ദ്രജ ദേഷ്യത്തോട് കൂടിയിട്ട് വിജയോട് ചോദിക്കുക, എന്താ നീ കാണിച്ചതെന്ന്. അപ്പോഴേക്കും വിജയ് വീണ്ടും വണക്കം പോലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കോപ്രായം കാണിക്കുകയാണ്.
അപ്പോൾ ഈ സമയം ഉടൻ തന്നെ വേദയോട് പറയണേ ഇയാളുടെ കൈ പിടിച്ച് വെച്ചേന്ന് പറയണേ. അങ്ങനെ വിജയോട് ചോദിക്കുകയാണ്, വിജയ് നീ എന്താ ഈ കാണിച്ചത്, നിനക്ക് എന്താ സംഭവിച്ചത്, നീ എന്താ പെണ്ണുങ്ങളുടെ സൗണ്ട് പോലെ സംസാരിക്കുന്നത്? അത് തന്നെ ഞാനും ചിന്തിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വൈദ്യരെ പോയി കണ്ടിരുന്നു. നമുക്ക് ഇന്നേ വരെ ഒരു കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ, നമുക്കും വേണ്ട ഒരു കുഞ്ഞ്. അപ്പോൾ അതിനെക്കുറിച്ച് വൈദ്യരോട് സംസാരിച്ചപ്പോൾ വൈദ്യർ എന്നോട് പറഞ്ഞു അത് രാവിലെ പച്ചപ്പാൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ അത് നന്നു എന്ന്. അത് ഞാൻ കുടിച്ചതാ. അത് കുടിച്ചതിന് എന്തിനാണ് തൻ്റെ സൗണ്ട് ഇങ്ങനെ മാറിയിരിക്കുന്നതെന്ന് വിജയോട് ചോദിക്കുകയാണ് ഇന്ദ്രജ. അപ്പോൾ ഇത് കേട്ട ഉടനെ വിജയ് പറയണേ, നന്ദിനി അവിടെ പാല് തിളപ്പിക്കുന്നുണ്ടായിരുന്നു, ആ പാല് വാങ്ങിച്ച ഈശ്വര ഇതിനെപ്പോലെ ഒരു ബുദ്ധിയില്ലാത്തൊരു ജന്മത്തിന് എവിടുന്ന് കിട്ടിയേ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജ അങ്ങ് ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ വീണ്ടും നന്ദിനിക്ക് വെച്ച കെണിയിൽ വിജയ് തന്നെയാണ് കേട്ടോ വീഴുന്നത്.